ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ പ്രസന്ന. എല്ലാവർക്കും മിനീസ് ഗോർമയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് പൊട്ടറ്റോ പുഴുക്കാണ്. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, എങ്കിലും ഞാൻ പറയാം. സ്വീറ്റ് പൊട്ടറ്റോ എന്ന പേര് പോലെ തന്നെ ഇത് നല്ല മധുരമുള്ളതാണെങ്കിലും ഇത് ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല. ഇത് നല്ല ഫൈബർ റിച്ചാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, വൈറ്റമിൻ B6 ഉണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം, മധുരം എന്ന് കരുതിയിട്ട് ഇത് ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ കഴിക്കാതിരിക്കണ്ട. ഡയബറ്റിക്, കൊളസ്ട്രോള്, പിന്നെ BP ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ വളരെ നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ. പിന്നെ ഗ്ലൂക്കോസ് നിയന്ത്രണത്തിലും നല്ല പുരോഗതി ഉണ്ടാകുമെന്നാണ് പഠനം. പിന്നെ ഇതിലുള്ള ബീറ്റ കരോട്ടിൻ സൗന്ദര്യ സംരക്ഷണത്തിന് നമ്മളെ സഹായിക്കും കേട്ടോ. പിന്നെ നല്ല അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആഴ്ചയിൽ കുറഞ്ഞൊരു 3 ദിവസമെങ്കിലും ഈ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കണം. ഇതിന് നമുക്കൊരു സൂപ്പർ ഫുഡ് എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്കധികം ഗുണങ്ങളുണ്ടല്ലോ ഇതിനകത്ത്. ഇത് ഓർഗാനിക്കാണ്. പക്ഷേ നിങ്ങൾ ഓർഗാനിക് മേടിക്കണമെന്നും ഒരു നിർബന്ധമില്ല. ഇത് പല കളർ കിട്ടും. പക്ഷേ രുചിയും വ്യത്യാസമാണ് ഓരോന്നിൻ്റെയും. പല രാജ്യത്ത് നിന്ന് വരുന്നതിൻ്റെ ടേസ്റ്റും വ്യത്യാസമാണ്. പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഫ്രൈസ് ഉണ്ടാക്കാം, പിന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാൻ, പിന്നെ ബേക്ക് ചെയ്യാം. അതും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിനെ നമുക്ക് സ്റ്റീമറിൽ വെച്ചും പുഴുങ്ങിയെടുക്കാം. ഇപ്പം ഞാനിതിനെ വെള്ളം ഒഴിച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്നതാണ്. നല്ല ഭംഗിയായിട്ട് വാഷ് ചെയ്ത് ഇനി മുറിച്ച് വെച്ചാൽ മതി. ഇത് ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എൻ്റെ കയ്യിൽ വിരലിലൊരു ചെറിയ മുറിവുണ്ടത് നനഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഗ്ലൗസ് ഒന്നും ഇടണ്ട ഇത് വാഷ് ചെയ്യാനായിട്ട്. ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഒരു ചോപ്പിംഗ് ബോർഡിൽ വെച്ച്, നിങ്ങളുടെ കൈയൊന്നും മുറിയാതെ ചോപ്പിംഗ് ബോർഡിൽ വെച്ച്, അധികം ചെറുതാവണ്ട, ഇങ്ങനെ ഒരു 2 ഇഞ്ച് വരുമായിരിക്കും. 2-2.5 ഇഞ്ച്, ഇത്രച്ച് നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കും. കാരണം അത് അത്രേൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് വെന്ത് കിട്ടും നല്ലോണം. പിന്നെ നല്ല തടിയുള്ള ഭാഗം വരപ്പം അതിനെ കുറുകെ ഒന്ന് 2ആയിട്ട് മുറിച്ചാൽ മതി. ഇങ്ങനെ തടിയില്ലാത്തതാണെങ്കിൽ ഒരേപോലെ അങ്ങ് മുറിച്ചിടാം. പിന്നെ ചില മധുരക്കിഴങ്ങാണെങ്കിൽ നമ്മളിങ്ങനെ പീൽ ചെയ്യുകയും കട്ട് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ഈ കയ്യിലിങ്ങനെ വെള്ള പാല് പോലെ പിടിക്കും. ഇതിലെൻ്റെ കയ്യിലൊന്നും പറ്റിയില്ല. നല്ല ഇതിനകത്ത് അങ്ങനെ ഇല്ല. മറ്റേ വെള്ള പാല് പോലെ ചിലതിൽ കാണും. അത് കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ നന്നായിട്ട് വാഷ് ചെയ്ത് അതും അങ്ങ് വാഷ് ചെയ്താൽ മതി, അല്ല ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് നെകക്ക വെള്ളം ഒഴിച്ച്, നെകക്ക അല്പം കൂടെ ഒഴിച്ചിട്ട് ഇനി ഇതങ്ങ് നമ്മൾ പൊട്ടറ്റോ എത്രണ്ട് അതിനേക്കായി മുകളിൽ കുറച്ച് അല്പം മുകളിലോട്ട് വെള്ളം നിൽക്കണം. ഇങ്ങനെ നിന്നിട്ട് നമുക്കിതിനെ തീ വെച്ചിച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വയ്ക്കാം. ആദ്യം ഒന്ന് ബോയിലാകുമ്പോൾ പിന്നെ നമുക്കങ്ങ് തീ കുറച്ച് വെച്ച് കുക്ക് ചെയ്യാം. നന്നായിട്ട് തിളച്ചു. ഇനി ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത ശേഷം തീ കുറച്ച് വെച്ച് പിന്നെ ഇതിനെ അടച്ച് വയ്ക്കാൻ പോവുകയാണ്. പിന്നെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 12 മിനിറ്റായി. ഒന്ന് തുറന്ന് നോക്കാം, നന്നായിട്ട് വെന്താന്ന് നോക്കാം. ഇല്ല, ഇതൊരല്പം കൂടെ വേവാനുണ്ട്. കുറച്ച് നേരം കൂടി, ഒരു 5 മിനിറ്റും കൂടി വേവണം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കട്ടെ. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഡ്രെയിൻ ചെയ്തെടുക്കാം നമുക്ക്. വെള്ളമൊക്കെ നല്ല ഡ്രെയിൻ ചെയ്ത് ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇതിന് നമുക്കിങ്ങനെ ചൂടൊന്ന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കിന്നില്ലേ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഊരിയെടുത്തങ്ങ് കളയാം. ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ നമുക്കതിനെ കഴിക്കാം. നിങ്ങൾക്കിതിനെ ചട്നി വെച്ചിട്ട് മറ്റേ ചമ്മന്തി കട്ടിക്കരയ്ക്കൂലേ അത് വെച്ചോ, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ മുളക് പൊടിയിൽ ഇത്തിരി ഉപ്പും എണ്ണയും ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് എരിവില്ലാത്ത അത് തൊട്ട് തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിതിനെ
കഴിക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്, നന്നായിട്ട് വെന്ത്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇത് കണ്ട, ഇതിങ്ങനെ ഞാൻ ചില്ലിയും ഉപ്പും പിന്നെ അല്പം കോക്കനട്ട് ഓയിലും കൂടെ കുഴച്ചെടുത്തത്. എൻ്റെ മോളൊന്നും കഴിക്കില്ല, പക്ഷെ ഞാൻ മാത്രമായിട്ട് ഞാനിങ്ങനെ ആക്കി നോക്കുകയാണ്. ഇതിനകത്തിങ്ങനെ തൊട്ട് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്. മധുരമാണെങ്കിലും ഈ അല്പം സോസ് പോലെ ഇരിക്കും, ചില്ലി സോസ് പോലെ, നല്ല ടേസ്റ്റുണ്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്നും മറക്കരുത് പ്ലീസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.